നമസ്കാരം, ഏവർക്കും മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ സെറ്റ് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ യൂണിറ്റായ ദൃശ്യകലാ സാഹിത്യ പഠനം എന്ന ഭാഗത്തെ മുൻനിർത്തിയുള്ള ചോദ്യമാതൃകകൾ പരിചയപ്പെടാം. ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ക്ലാസ്സുകൾ ഉണ്ടാകും. ഒന്നാമത്തെ ഭാഗത്തെ ചോദ്യമാതൃകകളിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ഒപ്പം ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശം എന്നിവ കൂടി കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദക്ഷിണ കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാനപരമായ ആയോധന കലയാണ്. ഓപ്ഷൻസ് നോക്കാം. പടയണി, വേലകളി, പനയംകളി, പൂരക്കളി. അല്ലെ? അപ്പോൾ ദക്ഷിണ കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാനപരമായ ആയോധന കല ഏത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലെ? പടയണിയാണോ, വേലകളിയാണോ, പനയംകളിയാണോ, പൂരക്കളിയാണോ? ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വേലകളിയാണ്. വേലകളിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേലകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാം. ആലപ്പുഴ ജില്ലയിലാണ് വേലകളിക്ക് പ്രാധാന്യമുള്ളത്. ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. പഴയ ചെമ്പകശ്ശേരി നാട്ടുരാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്ന അമ്പലപ്പുഴയിലാണ് ഇത് രൂപം കൊണ്ടതെന്ന് കരുതപ്പെടുന്നുണ്ട്. അമ്പലപ്പുഴയിലാണെന്ന് കരുതപ്പെടുന്നുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, ചേർത്തല ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലും തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലും വേലകളി ക്ഷേത്രോത്സവങ്ങളോട് അനുബന്ധിച്ച് അവതരിപ്പിച്ചിരുന്നു എന്നുള്ളത് കൂടി ഓർക്കുക. യുദ്ധതൽപരരായിട്ടുള്ള ഒരു ജനതയുടെ അനുഷ്ഠാന നർത്തകല എന്ന നിലയിലായിരിക്കണം വേലകളി വികസിച്ചു വന്നത് എന്നും കരുതപ്പെടുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമുള്ള പരാമർശം ആദ്യമായി കാണുന്നത് ഏത് ഗ്രന്ഥത്തിലാണ്? അതായത് മോഹിനിയാട്ടത്തെക്കുറിച്ചിട്ടുള്ള രേഖാമൂലമുള്ള പരാമർശം ആദ്യമായി കാണുന്നത് ഏത് ഗ്രന്ഥത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ? ഭാഷാ കൗടിലീയം, ബ്രഹ്മാണ്ഡ പുരാണം, വ്യവഹാരമാല, കേരളോൽപ്പത്തി. ഏതാണ്? മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അല്ലെ? മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. ഏത് ഗ്രന്ഥത്തിലാണ് മോഹിനിയാട്ടത്തെ കുറിച്ചിട്ടുള്ള രേഖാമൂലമുള്ള പരാമർശം ആദ്യമായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. അല്ലെ? അത് ഏത് ഗ്രന്ഥത്തിലാണ്? അത് വ്യവഹാരമാലയിലാണ്. ഓപ്ഷൻ സി, വ്യവഹാരമാല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒപ്പം മോഹിനിയാട്ടം എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കിയത് ആരാണെന്ന് അറിയുമോ? മോഹിനിയാട്ടം എന്ന ഡോക്യുമെന്ററി അത് എം ഡി ആണ്. എം ഡി വാസുദേവൻ നായർ. എം ഡി ആണ്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളിലും മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശമുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളിലും മോഹിനിയാട്ടത്തെ കുറിച്ചുള്ള പരാമർശം കാണാം. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്നറിയുമോ? അതായത് മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് അത് കലാമണ്ഡലം ബി കല്യാണിക്കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. റാണി ഗൗരി പാർവതി ഭായിയാണ് തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിൽ മോഹിനിയാട്ടം നിരോധിച്ചത്. തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിൽ മോഹിനിയാട്ടം നിരോധിച്ചത് ആരാണ്? റാണി ഗൗരി പാർവതി ഭായിയാണ്. ഈ മോഹിനിയാട്ടത്തിന്റെ മുദ്രകൾ, അടിസ്ഥാന മുദ്രകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഹസ്തലക്ഷണ ദീപികയെ അടിസ്ഥാനമാക്കിയാണ് മോഹിനിയാട്ടത്തിന്റെ മുദ്രകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ അധികം പോയിന്റുകൾ ചർച്ച ചെയ്തു. അല്ലെ? നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? കെ രാമചന്ദ്ര പുലവർ ഏത് കലാരംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കെ രാമചന്ദ്ര പുലവർ ഏത് കലാരംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സർക്കസ്, തോൽപ്പാവക്കൂത്ത്, പടയണി, വേലകളി. ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഏത് കലാരംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം? സർക്കസ് ആണോ, തോൽപ്പാവക്കൂത്താണോ, പടയണിയാണോ, വേലകളിയാണോ? ഏത് രംഗവുമായി ബന്ധപ്പെട്ട്, അല്ലെ? ഏത് കലാരംഗവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ബി, തോൽപ്പാവക്കൂത്തുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? കെ രാമചന്ദ്ര പുലവർ. തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരുടെ ജീവിത കഥ പറയുന്ന, അതായത് തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരുടെ ജീവിത കഥ പറയുന്ന നിഴലാട്ടത്തിന്റെ സംവിധായകൻ ആരാണ്? അത് രാഹുൽ രാജാണ്. തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരുടെ ജീവിത കഥ പറയുന്ന നിഴലാട്ടത്തിന്റെ സംവിധായകൻ രാഹുൽ രാജ്. നമുക്കറിയാം, വള്ളുവനാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഭദ്രകാളി സ്വരൂപമുള്ള ദേവീ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന കലാരൂപം പാലക്കാട് ജില്ലയിലെ തോൽപ്പാവക്കൂത്തിന്റെ
അതായത് പാലക്കാട് ജില്ലയാണ് തോൽപ്പാവക്കൂത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. വള്ളുവനാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഭദ്രകാളി സ്വരൂപമുള്ള ദേവീ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന കലാരൂപമാണിത്. പാലക്കാട് ജില്ലയിലെ തോൽപ്പാവക്കൂത്ത്, അതായത് പാലക്കാട് ജില്ലയാണ് തോൽപ്പാവക്കൂത്തിന്റെ ഉത്ഭവ സ്ഥലം എന്ന് പറയുന്നത്. കമ്പരാമായണത്തെ ആസ്പദമാക്കി രൂപപ്പെടുത്തിയിട്ടുള്ള നാടോടി കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. തോൽപ്പാവക്കൂത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കമ്പരാമായണത്തെ ആസ്പദമാക്കി രൂപപ്പെടുത്തിയ നാടോടി കലാരൂപമാണ് ഏത്? തോൽപ്പാവക്കൂത്ത്. തോൽപ്പാവക്കൂത്ത്. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. കാരണം നമുക്ക് ഇനിയും കൃത്യം ഒരാഴ്ച മാത്രമേ ഉള്ളൂ അല്ലെ. അടുത്ത ആഴ്ച കൃത്യം എക്സാം ആണ്. നോക്കാം അടുത്ത ചോദ്യം. ചുവടി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചുവടി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പടയണി, ചവിട്ട് നാടകം, കൂത്ത്, കൂടിയാട്ടം. അപ്പോൾ ചുവടി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പടയണി, ചവിട്ട് നാടകം, കൂത്ത്, കൂടിയാട്ടം. ഏതുമായി ബന്ധപ്പെട്ടതാണ് ചുവടി? ചുവടി എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ചുവടി എന്നത് ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി, ചവിട്ട് നാടകം. ചുവടി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ടതാണ്. ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു തരത്തിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നടനച്ചിന്ത്. നടനച്ചിന്ത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചുവടി, നടനച്ചിന്ത്. നടനച്ചിന്ത്. നടനച്ചിന്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചുവടിന് അഥവാ ചവിട്ടിന് പ്രാധാന്യം നൽകുന്ന നാടകമാണ് ചവിട്ട് നാടകം അല്ലെ. കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലാണ് ചവിട്ട് നാടകത്തിന് പ്രചാരമുണ്ടായിരുന്നത്. അതായത് കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ ഇവിടെ വരെ കൊല്ലം വരെ അല്ലെ, കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ ചവിട്ട് നാടകത്തിന് പ്രചാരമുണ്ടായിരുന്നു. അഭിനയവും പാട്ടും കളരിച്ചുവടുകളും ഒത്തുചേരുന്ന കലാരൂപമാണ് എന്ത്? ചവിട്ട് നാടകം അല്ലെ. അഭിനയവും പാട്ടും കളരിച്ചുവടുകളും ഒക്കെ ഒത്തുചേരുന്നതായിരുന്ന കലാരൂപമായിരുന്നു ചവിട്ട് നാടകം എന്നുള്ളത്. ഒപ്പം തന്നെ കഥകളിയിലെ ഹസ്തമുദ്രകൾക്കുള്ള സ്ഥാനം ചവിട്ട് നാടകത്തിന്റെ ചുവടിനുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ ക്രിസ്തു മതത്തിന്റെ പ്രചാരവും വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു നാടകരൂപം വളർച്ച പ്രാപിച്ചിട്ടുള്ളത്. ചിന്നത്തമ്പി പിള്ളയും വേദനായകം പിള്ളയും തുടങ്ങിയിട്ടുള്ളവരായിരുന്നു. ഇവർ രണ്ടുപേരുമായിരുന്നു ചവിട്ട് നാടകത്തിന്റെ ഉപജ്ഞാതാക്കൾ. ചവിട്ട് നാടകത്തിന്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെയായിരുന്നു? എഴുതി വെച്ചോളൂ. ചിന്നത്തമ്പി പിള്ള, വേദനായകം പിള്ള. ചിന്നത്തമ്പി പിള്ളയും വേദനായകം പിള്ളയുമായിരുന്നു ചവിട്ട് നാടകത്തിന്റെ ഉപജ്ഞാതാക്കൾ. ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് കൂടി സൂചിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കട്ടിയക്കാരൻ. കട്ടിയക്കാരൻ പ്രത്യക്ഷപ്പെടുന്ന നാടക രൂപമാണ് ചവിട്ട് നാടകം. കട്ടിയക്കാരൻ പ്രത്യക്ഷപ്പെടുന്ന നാടകരൂപം ഏതാണ്? അത് ചവിട്ട് നാടകമാണ്. ചവിട്ട് നാടകമാണ്. അടുത്ത ചോദ്യം. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുള്ള ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷിക്കുന്ന മലയാള മാസം. കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷിക്കുന്ന മലയാള മാസം ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. നമുക്കറിയാം തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം, ഇവിടെ കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ നടക്കാറുണ്ടെന്ന് നമുക്കറിയാം. അത് ഏത് മാസത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. മേടമാസം, മകരം, മീനം, കുംഭം അല്ലെ. മകരം, മീനം, കുംഭം, മീനം, മേടം എന്നൊക്കെ പറയില്ലേ നമ്മള്. അതിലേത് മാസത്തിലാണ്? മേടമാസത്തിലാണോ, മകരമാസത്തിലാണോ, മീനമാസത്തിലാണോ, കുംഭമാസത്തിലാണോ എന്നുള്ളതാണ്. ഏത് മാസമാണ്? നമുക്കറിയാം അത് മീനമാസത്തിലാണ് അല്ലെ. മീനമാസത്തിലാണ്. മീനമാസത്തിലാണ് അവിടെ ഭരണി നടക്കുന്നത് അല്ലെ. ഭരണി ആഘോഷങ്ങൾ നടക്കുന്നത്. അടുത്ത ചോദ്യം. കാമദഹനവുമായി ബന്ധപ്പെട്ട് പുരാവൃത്തം അവതരിപ്പിക്കുന്ന കല. കാമദഹനവുമായി ബന്ധപ്പെട്ട് പുരാവൃത്തം അവതരിപ്പിക്കുന്ന കല അല്ലെ. കാമദഹനവുമായി ബന്ധപ്പെട്ട പുരാവൃത്തം അവതരിപ്പിക്കുന്ന കല ഏത്? പൊറാട്ട്, തെയ്യം, പടയണി, പൂരക്കളി. ഏതാണ്? കാമദഹനവുമായി ബന്ധപ്പെട്ട എന്നുള്ളതാണ് കേട്ടോ. കാമദഹനവുമായി ബന്ധപ്പെട്ട പുരാവൃത്തം അവതരിപ്പിക്കുന്ന കല ഏതാണ്? അത് ഏതാണ്? പൊറാട്ടാണോ, തെയ്യമാണോ, പടയണിയാണോ? ഏതാണ്? അത് ഡി, ഓപ്ഷൻ ഡി, പൂരക്കളിയാണ്. പൂരക്കളിയാണ്. ശരിയായ ഉത്തരം പൂരക്കളിയാണ്. പൂരക്കളി ഇവിടെ ഉള്ളതാണ്. ഉത്തര കേരളത്തിലുള്ളൊരു അനുഷ്ഠാന കലയാണ് പൂരക്കളി അല്ലെ. ഉത്തര കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ് പൂരക്കളി. പൂരക്കളി മീനമാസത്തിലെ പൂരത്തിന് സമാപിക്കത്തക്ക വിധം 9 നാളുകളിലായിട്ടാണ് ഇത് ആടിപ്പാടി കളിക്കുന്നത് അല്ലെ. അതായത്
മീനമാസത്തിലെ പൂരത്തിന് സമാപിക്കുന്ന വിധം 9 നാളുകളിലായിട്ടാണ് ഇത് ആടിപ്പാടി കളിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട പൂരക്കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ നമുക്ക് നോക്കാം. നവവന്ദന, പൂരമാല, ഗണപതി, സരസ്വതി, ശ്രീകൃഷ്ണസ്തുതി, രാമായണം കഥ പാടിക്കൊണ്ടുള്ള കളി, ഭാരതകഥ പാടിക്കൊണ്ടുള്ള കളി, ഗണപതിപ്പാട്ട്, അങ്കം, പട, ചായൽ, പാമ്പാട്ടം, ശിവനാടകം അല്ലെങ്കിൽ ശൈവക്കൂത്ത്, ശക്തി നാടകം അല്ലെങ്കിൽ ശക്തിക്കൂത്ത്, യോഗി, ആണ്ട്, പള്ള്, കളിതൊഴിൽ തുടങ്ങിയിട്ടുള്ളവയാണ് പൂരക്കളിയിൽ മുഖ്യമായിട്ടുള്ളത് എന്നതുകൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, മുടിയേറ്റിലെ കഥാപാത്രം അല്ലാത്തത് ഏത്? മുടിയേറ്റിലെ കഥാപാത്രം അല്ലാത്തത് ഏത്? കോയിമ്പിടാരൻ, ഇട്ടിക്കണ്ടപ്പൻ, നാരദൻ, ശിവൻ. ഇതില് മുടിയേറ്റിലെ കഥാപാത്രം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് അല്ലെ. മുടിയേറ്റിലെ കഥാപാത്രം അല്ലാത്തത് ഏതാണ്? അത് ഇട്ടിക്കണ്ടപ്പനാണ്. ഇട്ടിക്കണ്ടപ്പനാണ് അല്ലെ മുടിയേറ്റിലെ കഥാപാത്രം അല്ലാത്തത്. മുടിയേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാളി ദാരിക യുദ്ധവും തുടർന്നുള്ള ദാരികന്റെ അന്ത്യവും ഒക്കെയാണ് ഇതിന്റെ വിഷയമായിട്ട് വരുന്നത് അല്ലെ. ദാരികനെ വധിക്കുന്നതൊക്കെയാണ് ഇതിന്റെ വിഷയമായിട്ട് വരുന്നത്. നാരദൻ ശിവനോട് സങ്കടമുണർത്തിക്കുന്നതിൽ നിന്ന് ആരംഭിച്ച് ദാരികന്റെ മുടിയെടുക്കുന്നത് വരെയാണ് മുടിയേറ്റ്. അതായത് നാരദൻ ശിവനോട് സങ്കടമുണർത്തിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്നു. എന്നിട്ട് കാളി ദാരികന്റെ മുടിയെടുക്കുന്നത് വരെയാണ് മുടിയേറ്റ്. മധ്യ കേരളത്തിലെ കൊച്ചി രാജ്യത്തും തിരുവിതാംകൂറിന്റെ വടക്ക് ഭാഗങ്ങളിലുമാണ് ഇത് അവതരിപ്പിക്കുന്നത്. മാനവേന്ദ്രൻ, കോയിമ്പാടൻ, കൂളി എന്നിവർ കഥാപാത്രങ്ങളാകുന്ന അനുഷ്ഠാന കല കൂടിയാണിത് അല്ലെ. മുടിയേറ്റ് നമുക്ക് മുൻപ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. മുടിയേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനവേന്ദ്രൻ, കോയിമ്പാടൻ, കൂളി എന്നിവർ കഥാപാത്രങ്ങളാകുന്ന അനുഷ്ഠാന കല ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മുടിയേറ്റാണ് അല്ലെ. തിരിയൊഴിച്ചിൽ എന്ന ചടങ്ങും മുടിയേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തിരിയൊഴിച്ചിൽ എന്ന് പറയുന്ന ചടങ്ങും മുടിയേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. താപ്പൊലി, കോലം തുള്ളൽ തുടങ്ങിയിട്ടുള്ളവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താപ്പൊലി, കോലം തുള്ളൽ തുടങ്ങിയിട്ടുള്ളവ ഏത് അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പടയണിയുമായി ബന്ധപ്പെട്ടതാണ്. താപ്പൊലി, കോലം തുള്ളൽ അല്ലെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? പടയണിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം നോക്കാം. പാൽക്കടൽ തിര തള്ളിയേറി വരുന്ന പോലെ പദങ്ങളൻ നാക്കിലങ്ങനെ നൃത്തമാണൊരു ഭോഷ്കു ചൊല്ലുകയല്ല ഞാൻ. പാൽക്കടൽ തിര തള്ളിയേറി വരുന്ന പോലെ പദങ്ങളൻ നാക്കിലങ്ങനെ നൃത്തമാണൊരു ഭോഷ്കു ചൊല്ലുകയല്ല ഞാൻ. കുഞ്ചൻ നമ്പ്യാരുടെ ഏത് കൃതിയിലെ വരികളാണിവ? കീചകവധം പറയൻതുള്ളൽ, നളചരിതം ഓട്ടംതുള്ളൽ, കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ, കിരാതം ഓട്ടംതുള്ളൽ. അപ്പോൾ ഏത് തുള്ളൽ കൃതിയിലെ വരികളാണിവ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇത്തരത്തിലുള്ള തുള്ളലുകളെ പറ്റി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഏതൊക്കെ തുള്ളലുകളാണ് എന്നുള്ളത്, തുള്ളലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരം തുള്ളലാണെന്ന് തിരിച്ചറിയുവാനുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏത് അല്ലെ തുള്ളലിന്റെ വരികൾ തന്നിട്ട് ഏത് തുള്ളലാണെന്ന്, ഏത് തുള്ളൽ കൃതിയാണെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കീചകവധം പറയൻതുള്ളൽ, നളചരിതം ഓട്ടംതുള്ളൽ, കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ, കിരാതം ഓട്ടംതുള്ളൽ. ഇതിൽ ശരിയായ ഉത്തരം കീചകവധം പറയൻതുള്ളൽ അല്ലെ. പറയൻതുള്ളൽ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നോക്കാം അടുത്ത ചോദ്യം. കുഞ്ചൻ നമ്പ്യാരുടെ ശൃംഗാര രസാവിഷ്കാരം ഓർമ്മിപ്പിക്കുന്നത് അച്ചിക്കുറുപ്പും അടിച്ചു തളിക്കാരും തമ്മിലുള്ള ഇടപാടാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? കുഞ്ചൻ നമ്പ്യാരും ശൃംഗാര രസാവിഷ്കാരം ഓർമ്മിപ്പിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ശൃംഗാര രസാവിഷ്കാരം ഓർമ്മിപ്പിക്കുന്നത് അച്ചിക്കുറുപ്പും അടിച്ചു തളിക്കാരും തമ്മിലുള്ള ഇടപാടാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് അല്ലെ. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതികളുണ്ട്. കേസരി, സഞ്ജയൻ, സാഹിത്യ പഞ്ചാനനൻ, ജോസഫ് മുണ്ടശ്ശേരി. ആരാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത്? കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത് സാഹിത്യ പഞ്ചാനനൻ. കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ, അതായത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമുക്കൊന്ന് നോക്കി പോകാം. കുഞ്ചൻ നമ്പ്യാർ എന്നുള്ളൊരു പഠനം അത് സാഹിത്യ പഞ്ചാനന്റേതാണ്. കുഞ്ചൻ നമ്പ്യാർ.
വീണ്ടും അതേ പേരിൽ തന്നെ കുഞ്ചൻ നമ്പ്യാർ എന്നുള്ള പേരിൽ ടി ഭാസ്കരന്റെയും ഒരു പഠന ഗ്രന്ഥമുണ്ട്, ടി ഭാസ്കരന്റേത്. അടുത്തത് കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും. കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും ആരുടേതാണ്? ഡോക്ടർ കെ എൻ ഗണേഷിന്റേതാണ്. ഡോക്ടർ കെ എൻ ഗണേഷിന്റേതാണ്. മറ്റൊരു തരത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. മിഖായേൽ ഭക്തിന്റെ കാർണിവൽ തിയറി അനുസരിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ്, കെ എൻ ഗണേഷ് രചിച്ചിട്ടുള്ളതാണ് കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും. കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്നുള്ളത്. അടുത്തതൊരു ചേരുംപടി ചേർക്കുക എന്ന ചോദ്യമാണ്. ചേരുംപടി ചേർക്കുക എന്നുള്ളൊരു ചോദ്യമാണ്. നോക്കാം. അംബരീഷ ചരിതം തുള്ളൽ, ശ്രീഭൂതനാഥോത്ഭവം തുള്ളൽ, പാഞ്ചാലി സ്വയംവരം തുള്ളൽ, കുചേലവൃത്തം തുള്ളൽ. അല്ലെ, ഇതിന്റെ രചയിതാക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പട്ടിക 2-ൽ നിന്ന് കണ്ടെത്തണം. ഒറവങ്കര, കൊട്ടാരത്തിൽ ശങ്കുണ്ണി, പൂന്തോട്ടത്ത് ദാമോദരൻ നമ്പൂതിരി, വെൺമണി മഹൻ. ഇതിന്റെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് അല്ലെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു ഉത്തരം അറിയാമെങ്കിൽ നമുക്ക് വേഗം ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും ഒരുപക്ഷെ, അല്ലെ. അങ്ങനെ വരുന്നത് അത്തരത്തിൽ ഓപ്ഷൻസ് ഡബിൾ ആയിട്ട് വരുന്നതുണ്ട് അല്ലെ. ഇപ്പോൾ എ 3 പറയുന്നുണ്ട്, ഇവിടെയും അതായത് ഓപ്ഷൻ എയും സിയും A3 എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. നമുക്ക് ഒന്നാമത്തെ അംബരീഷ ചരിതം തുള്ളൽ ആരുടേതാണെന്ന് നോക്കാം. അംബരീഷ ചരിതം തുള്ളൽ ഓപ്ഷൻ എ അല്ലെ. എ വരുന്ന ഏതൊക്കെയാണ്? അതായത് അംബരീഷ ചരിതം തുള്ളൽ എന്നുള്ളത് ആരുടേതാണ്? അത് പൂന്തോട്ടത്ത് ദാമോദരൻ നമ്പൂതിരിയുടേതാണ്. അംബരീഷ ചരിതം തുള്ളൽ. യെസ്. അപ്പോൾ A3 എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ A3 വരുന്നത് എയും സിയുമാണ്. അപ്പോൾ നമുക്ക് ബാക്കി 2 വേണം. ഇത് രണ്ടും നമുക്ക് വേണ്ട അല്ലെ, ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. അടുത്തത് ശ്രീഭൂതനാഥോത്ഭവം തുള്ളൽ, അതാരുടേതാണ്? അത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതാണ് അല്ലെ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതാണ്. യെസ്. അപ്പോൾ B2 എന്നുള്ളതാണ്. B2 വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇതുമല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പാഞ്ചാലി സ്വയംവരം തുള്ളൽ ആരുടേതാണ്? വെൺമണി മഹന്റേതാണ്. കുചേലവൃത്തം തുള്ളൽ ഒറവങ്കരയുടേതാണ്. യെസ്. അപ്പോൾ ഈ തുള്ളലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള തുള്ളൽ കൃതികളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. നമ്പ്യാർക്ക് ശേഷം മലയാളത്തിലെ കുറെ തുള്ളൽ കൃതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാല് നമ്പ്യാരുടെ കൃതികളെ പോലെ അവയൊന്നും വലിയ വിജയം കൈവരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ വേണ്ടത്ര പ്രചാരമൊന്നും അതിന് ലഭിച്ചിരുന്നില്ല അല്ലെ. അതില് കൃഷ്ണാർജുന വിജയവും ഐരാവത പൂജ, സുന്ദരീ സ്വയംവരം തുടങ്ങിയിട്ടുള്ള തുള്ളലുകളാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. അതിൽ കൃഷ്ണാർജുന വിജയം എന്നുള്ളത് അമ്പയാറ്റ് പണിക്കരുടേതാണ്. ഐരാവത പൂജ, സുന്ദരീ സ്വയംവരം അത് കോയിപ്പുറത്ത് പണിക്കരുടേതാണ്. ഇത്തരം രണ്ട് തുള്ളലുകളൊക്കെ ആയിരുന്നു പിന്നീട് ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള തുള്ളലുകൾ എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. ചീതങ്കൻ വിഭാഗത്തിൽപ്പെട്ട തുള്ളൽ കൃതി ഇവയിൽ ഏതാണ്? ചീതങ്കൻ വിഭാഗത്തിൽപ്പെട്ട തുള്ളൽ കൃതി ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. ചീതങ്കൻ വിഭാഗത്തിൽപ്പെട്ടത്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ തുള്ളൽ കൃതികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം അല്ലെ. ഏതൊക്കെ തുള്ളൽ കൃതികളാണ് എന്നുള്ളത്, തുള്ളലിന്റെ ഓരോ വിഭാഗവും ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമുക്ക് ഓട്ടം തുള്ളലുകൾ എന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഓട്ടം തുള്ളലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, എഴുതാനുള്ള ഒരു സമയമില്ല. അതായത് ഓട്ടം തുള്ളലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെമന്തകം, ഘോഷയാത്ര, കിരാതം, നളചരിതം. കിരാതം ഏതാണ്? ഓട്ടം തുള്ളലാണ് അല്ലെ. കിരാതം ഓട്ടം തുള്ളലാണ്. നമുക്ക് ഓട്ടന്റെ ഓന്നിടാം അല്ലെ. പിന്നെ രുക്മിണീ സ്വയംവരം, സത്യാസ്വയംവരം, രാമാനുചരിതം, ഗോവർദ്ധന ചരിതം, സന്താന ഗോപാലം, ബാണയുദ്ധവും ഓട്ടം തുള്ളലാണ്. അപ്പൊ നമുക്ക് ഇവിടെ തൽക്കാലം ഓ കൊടുക്കാം അല്ലെ. ബാണയുദ്ധവും ഓട്ടം തുള്ളലാണ്. അടുത്തത് പാത്രചരിതം, ശീലാവതി ചരിതം, അഹല്യാമോക്ഷം, സീതാ സ്വയംവരം, രാവണോത്ഭവം, കാർത്തവീരാർജുന വിജയം, ബാലി വിജയം, പ്രദോഷ മഹാത്മ്യം, ഹിഡിംബവധം, ഭഗവധം, നിവാദ കവചവധം. ഇത്രയും ഏത് തുള്ളലാണ്? ഓട്ടം തുള്ളലാണ് അല്ലെ. നമ്മൾ ഇതില് ശീതങ്കൻ തുള്ളൽ ഏത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ശീതങ്കൻ വിഭാഗത്തിൽപ്പെട്ട തുള്ളൽ കൃതി ഏത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം അല്ലെ. അടുത്തത് ശീതങ്കൻ തുള്ളൽ നോക്കുന്നതിന് മുമ്പ് നമുക്ക് പറയൻ തുള്ളൽ കൂടി നോക്കാം. ത്രിപുര ദഹനം, പാഞ്ചാലി സ്വയംവരം, നളായണീ ചരിതം, പഞ്ചേന്ദ്രോപാഖ്യാനം, ഇതൊക്കെ പറയൻ തുള്ളലാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. കീചകവധം,
പുളിന്തി മോക്ഷം, സഭാപ്രവേശം. സഭാപ്രവേശം അതേതാണ്? പറയന്തുള്ളലാണ് അല്ലെ? പറയന്തുള്ളലാണ്. അപ്പോൾ നമുക്ക് ശീതങ്കം തുള്ളൽ ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും ഗണപതി പ്രാതലാണ് അല്ലെ? ഗണപതി പ്രാതലാണ്. ഗണപതി പ്രാതലാണ് നമ്മുടെ ഉത്തരം. നമുക്ക് ബാക്കി പറയന്തുള്ളൽ കൂടി നോക്കി പോകാം. സഭാപ്രവേശം നമ്മൾ നോക്കി. അടുത്തത് കുംഭകർണവധം, ഹരിശ്ചന്ദ്രചരിതം, പദസൂത്രയാണ്. ഹരിശ്ചന്ദ്ര ചരിതം തുടങ്ങിയിട്ടുള്ളവയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഏതാണ്? ശീതങ്കൻ തുള്ളലാണ് അല്ലെ? ശീതങ്കൻ തുള്ളലാണ് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കേണ്ടത്. ശീതങ്കൻ തുള്ളലുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. കല്യാണ സൗഗന്ധികം, സുന്തോപ സുന്തോപാഖ്യാനം, ഗണപതി പ്രാതൽ അല്ലെ? ഗണപതി പ്രാതൽ നമ്മുടെ ഉത്തരം. ഗണപതി പ്രാതൽ. ധ്രുവചരിതം, നൃഗമോക്ഷം, പൗന്ത്രകവധം, കൃഷ്ണലീല, കാളിയമർദ്ദനം, ഹരിണീ സ്വയംവരം, ബാലുദ്ഭവം, ഹനുമതുദ്ഭവം. ഇത്രയുമാണ് ശീതങ്കം തുള്ളലിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റുകൾ കൂടി ഓർത്തു വെക്കണം. അത്രയും പോയിന്റുകൾ കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. കുഞ്ചൻ നമ്പ്യാരെ ഊർജിതാശയനായ കവി എന്ന് വിശേഷിപ്പിച്ച വിമർശകൻ ആര്? കുഞ്ചൻ നമ്പ്യാരെ ഊർജിതാശയനായ കവി എന്ന് വിശേഷിപ്പിച്ച വിമർശകൻ ആര്? കൃഷ്ണമാരാർ, CP അച്യുതമേനോൻ, PK നാരായണപിള്ള, കേരളവർമ്മ, വലിയ കോയിത്തമ്പുരാൻ. ആരാണ് കുഞ്ചൻ നമ്പ്യാരെ ഊർജിതാശയനായ കവി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വിമർശകൻ? അത് PK നാരായണപിള്ളയാണ്. PK നാരായണപിള്ളയാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്നുള്ളത് ഓർക്കുക. അടുത്ത ചോദ്യം. കോട്ടയത്ത് തമ്പുരാൻ സ്ഥാപിച്ച ക്ലാസിക്കൽ അസ്ഥിവാരത്തിന്റെ മുകളിൽ വാര്യർ പണിത ഒരു റൊമാന്റിക് സൗധമാണ് നളചരിതമെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? നളചരിതം അല്ലെ? കോട്ടയത്ത് തമ്പുരാൻ സ്ഥാപിച്ച ക്ലാസിക്കൽ അസ്ഥിവാരത്തിന് മുകളിൽ വാര്യർ പണിത ഒരു റൊമാന്റിക് സൗധമാണ് അല്ലെ? വാര്യർ പണിത ഒരു റൊമാന്റിക് സൗധമാണ് നളചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്? KPS മേനോൻ, ശിരോമണി കൃഷ്ണൻ നായർ, മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കർ, ഐമനം കൃഷ്ണ കൈമൾ. ആരാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്? അത് ഐമനം കൃഷ്ണ കൈമളാണ്. ഐമനം കൃഷ്ണ കൈമളാണ് ഇത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അല്ലെ? ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. പട്ടിക 1ഉം 2ഉം പരിശോധിച്ചേ. എന്താണ് ഇതൊക്കെ? നളചരിതം ആട്ടക്കഥയുടെ വ്യാഖ്യാനങ്ങളാണ് അല്ലെ? നളചരിതം ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് പട്ടിക 1ൽ കൊടുത്തിട്ടുള്ളത്. 2ൽ അതിന്റെ രചയിതാക്കളെ കൊടുത്തിരിക്കുന്നു. നമ്മൾ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അല്ലെ? രസിക കൗതുകം, കാന്താരതാരകം, ദീപിക, കൈരളി തുടങ്ങിയിട്ടുള്ളവ പട്ടിക 1ൽ കൊടുക്കുന്നു. AR രാജരാജവർമ്മ, ദേശമംഗലത്ത് രാമവാര്യർ, പന്മന രാമചന്ദ്രൻ നായർ, MH ശാസ്ത്രി അല്ലെ? ഇത്രയുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം അല്ലെ? ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പട്ടിക 1ഉം 2ഉമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അതിൽ ശരിയായ ഉത്തരം ഏത് നമുക്ക് കണ്ടുപിടിക്കണം. രസിക കൗതുകം ആരുടേതാണ്? രസിക കൗതുകം അത് MH ശാസ്ത്രിയുടേതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കാം. A4 വരുന്ന 2 എണ്ണമാണുള്ളത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്യാം അല്ലെ? ഇത് രണ്ടും കട്ട് ചെയ്യാം. അടുത്തത് നോക്കാം. ബി കാന്താരതാരകം ആരുടേതാണ്? കാന്താരതാരകം അത് ARന്റേതാണ് അല്ലെ? AR രാജരാജവർമ്മയുടേതാണ്. യെസ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദീപിക ആരുടേതാണ്? ദേശമംഗലത്ത് രാമവാര്യരുടേതാണ്. കൈരളി പന്മന രാമചന്ദ്രൻ നായർ അല്ലെ? പന്മനയുടേതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഇരയിമ്മൻ തമ്പിയുടെ കൃതികളുടെ പ്രത്യേകതകൾ തിരഞ്ഞെടുക്കുക അല്ലെ? അദ്ദേഹത്തിന്റെ കൃതികളുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇരയിമ്മൻ തമ്പിയുടെ കൃതികൾ പ്രത്യേകത അല്ലെ? ഗ്രഹണത്തിനുള്ള അനായാസത, പദാർത്ഥാഭിനയത്തെ കൊഴുപ്പിക്കത്തക്കവണ്ണം പദപ്രയോഗത്തിലുള്ള സൂക്ഷ്മത, നടന്മാരുടെ അഭിനയ പാടവത്തിനുള്ള നികഷോപലങ്ങൾ, ശബ്ദാലങ്കാരത്തിലും അർത്ഥാലങ്കാരത്തിലും കൂടുതൽ ശ്രദ്ധിച്ചു. ഇതിൽ ഏതൊക്കെയാണ് ഇരയിമ്മൻ തമ്പിയുടെ കൃതികളുടെ പ്രത്യേകതകൾ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയൂ അല്ലെ? നമ്മുടെ ചേരുംപടി പോലെ നമുക്ക് ഇതിലേക്ക് വേഗം എത്താൻ കഴിയില്ല. മുഴുവൻ പോയിന്റുകളും നമ്മൾ മനസ്സിലാക്കണം അല്ലെ? ഓക്കെ, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം.
അർത്ഥഗ്രഹണത്തിനുള്ള അനായാസത അല്ലെ അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകതയാണോ? യെസ്, അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകതയാണ്. അടുത്തതും അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകതകൾ തന്നെയാണ്. അടുത്തത് മൂന്നാമത് നോക്കാം, നടന്മാരുടെ അഭിനയ പാടവത്തിലുള്ള നികഷോബലങ്ങൾ എന്നുള്ളത് അല്ലെ, അതും അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകതയാണ്. ശബ്ദാലങ്കാരത്തിലും അർത്ഥാലങ്കാരത്തിലും അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടായിരുന്നു. ശരിയാണ്. അങ്ങനെയെങ്കിൽ എല്ലാം ശരി എന്നുള്ള ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം തുടങ്ങിയിട്ടുള്ള വിഖ്യാതങ്ങളായ ആട്ടക്കഥകൾ ആരുടേതാണ്? ഇരയിമ്മൻ തമ്പിയുടേതാണ് അല്ലെ. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ് ഉത്തരാസ്വയംവരവും ദക്ഷയാഗവും കീചകവധവും അല്ലെ. അത് വിഖ്യാതങ്ങളായ ആട്ടക്കഥകളാണ്, ഇരയിമ്മൻ തമ്പിയുടേതാണ്. ഏകലോചനം എന്ന അഭിനയ സമ്പ്രദായം കടന്നു വരുന്ന ആട്ടക്കഥയാണ് ഉത്തരാസ്വയംവരം. ഉത്തരാസ്വയംവരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഏകലോചനം എന്ന അഭിനയ സമ്പ്രദായം കടന്നു വരുന്ന ആട്ടക്കഥയാണ് ഏത്? ഉത്തരാസ്വയംവരം. അമിത ശൃംഗാരം തമ്പിയുടെ ആട്ടക്കഥകളുടെ പോരായ്മയായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇരയിമ്മൻ തമ്പിയുടെ ഒരു പോരായ്മയായിട്ട് അദ്ദേഹത്തിന്റെ കൃതികളിലെ അമിത ശൃംഗാരം അല്ലെ, അദ്ദേഹത്തിന്റെ ആട്ടക്കഥകളുടെ ഒരു പോരായ്മയായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഓർക്കുക. കാർത്തിക തിരുനാളിന്റെയും അശ്വതി തിരുനാളിന്റെയും പാത പിൻപറ്റിയതിനാലാണ് ഈ അമിത ശൃംഗാര പ്രവണതകൾ ഉണ്ടായത് എന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ചാക്യാർകൂത്ത്, മുടിയേറ്റ്, കഥകളി, പാഠകം ഏതുമായി ബന്ധപ്പെട്ടതാണ് വെട്ടത്ത് സമ്പ്രദായം? അത് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് വെട്ടത്ത് സമ്പ്രദായം. ഇത്തരത്തിൽ കുറച്ച് സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കല്ലടിക്കോടൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവാരാണ്? വെള്ളാട്ട് ചാത്തുപ്പണിക്കരാണ് കല്ലടിക്കോടൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ്. അങ്ങനെയെങ്കിൽ കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവാരാണ്? കപ്ലിങ്ങാടൻ നമ്പൂതിരിയാണ്. കപ്ലിങ്ങാടൻ. വെട്ട സമ്പ്രദായം അല്ലെ, നമ്മളിപ്പോൾ പറഞ്ഞു വെട്ട സമ്പ്രദായം, അതിന്റെ മറ്റൊരു പേരുണ്ട്. വെട്ടത്ത സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരുണ്ട്. അതെന്താണ്? അത് കോട്ടമട്ട് സമ്പ്രദായമാണ് വെട്ടത്ത് സമ്പ്രദായത്തിന്റെ മറ്റൊരു പേര്. കഥകളിയിലെ വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്ന സമ്പ്രദായമാണ് കല്ലടിക്കോടൻ. കഥകളിയിലെ വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്ന സമ്പ്രദായമാണ് കല്ലടിക്കോടൻ. ഇനി മറ്റൊരു കാര്യങ്ങൾ കൂടി നോക്കാം. കഥകളിയിലെ തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്ന സമ്പ്രദായം ഏതാണ്? അത് കപ്ലിങ്ങാട്ട് സമ്പ്രദായം. കഥകളിയിലെ തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്ന സമ്പ്രദായം കപ്ലിങ്ങാട്ട് സമ്പ്രദായമാണ്. അങ്ങനെയെങ്കിൽ കഥകളിയുടെ അവസാന ചടങ്ങ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തോടയം, മേളപ്പദം, ധനാശി, കേളികൊട്ട്. കഥകളിയുടെ അവസാന ചടങ്ങ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തോടയമാണോ, മേളപ്പദമാണോ, ധനാശിയാണോ, കേളികൊട്ടാണോ? ഏതാണ് ശരിയായ ഉത്തരം? അത് കഥകളിയുടെ അവസാന ചടങ്ങ് ധനാശിയാണ്. ഓപ്ഷൻ സി, ധനാശിയാണ് കഥകളിയുടെ അവസാനത്തെ ചടങ്ങ് എന്ന് പറയുന്നത്. കേളികൊട്ട് എന്താണ്? കേളികൊട്ട് എന്ന് പറയുന്നത് കഥകളി ഉണ്ട് എന്ന് അല്ലെ, കഥകളി തുടങ്ങാൻ പോകുന്നു എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന മേളമാണ് കേളികൊട്ട് എന്നറിയപ്പെടുന്നത്. അതായത് കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ ഒരു മേളത്തോട് കൂടിയ ചടങ്ങിനെയാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. അരങ്ങുകേളിയുണ്ട്. എന്താണ് അരങ്ങുകേളി? കളി തുടങ്ങിക്കഴിഞ്ഞു എന്നറിയിക്കുന്ന ഗണപതിക്കൊട്ടാണ് അരങ്ങുകേളി. കളി തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അറിയിക്കുന്ന ഗണപതിക്കൊട്ടാണ് അരങ്ങുകേളി എന്ന് പറയുന്നത്. എന്താണ് തോടയം? തോടയം കളി കഴിയുന്നത് വരെ അമംഗളം ഉണ്ടാകാതിരിക്കാനുള്ള സ്തുതിവന്ദന ശ്ലോകത്തെയാണ് തോടയം എന്ന് പറയുന്നത്. അതായത് കളി കഴിയുന്നിടം വരെയും അമംഗളങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയുള്ള സ്തുതിവന്ദന ശ്ലോകമാണ് തോടയം എന്ന് പറയുന്നത്. ഇനി പുറപ്പാട് എന്താണെന്ന് നോക്കാം. പുറപ്പാട് എന്ന് പറയുന്നത് ഒരു പുരുഷവേഷവും സ്ത്രീവേഷവും തിരശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട് എന്ന് പറയുന്നത്. എന്താണ് മേളപ്പദം? എന്താണെന്ന് നോക്കാം അല്ലെ. മേളപ്പദം എന്ന് പറയുന്നത് പുറപ്പാടിന് ശേഷം അഷ്ടപതിയായ മഞ്ജുതര കുഞ്ചതള കേളീ സദനെ എന്നതിന്റെ ആദ്യത്തെ 8 ചരണങ്ങൾ
വ്യത്യസ്തമായ രാഗങ്ങളിൽ അല്ലെ വ്യത്യസ്തമായിട്ടുള്ള രാഗങ്ങളിൽ പാടുന്നതാണ് മേളപ്പദം എന്ന് പറയുന്നത്. മേളപ്പദം എന്ന് പറയുന്നത്. കഥാരംഭം കഥകളുടെ ആരംഭം കുറിക്കുന്നതിനെയാണ് കഥാരംഭം എന്ന് പറയുന്നത്. കഥാരംഭം എന്ന് പറയുന്നത് എന്താണ്? കഥകളി കഥയുടെ ആരംഭം കുറിക്കുന്നതിനെയാണ് കഥാരംഭം എന്ന് പറയുന്നത്. ധനാശി എന്തായിരുന്നു? കഥകളിയിലെ അവസാനത്തെ ചടങ്ങ് അല്ലെ. അടുത്തതൊരു ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ്. ചേരുംപടി ചേർക്കുക. തുളസീവനം, വി മാധവൻ നായർ, ഐമനം കൃഷ്ണകൈമൾ, കലാമണ്ഡലം കേശവൻ. അതുമായി ബന്ധപ്പെട്ട പട്ടിക 2 അല്ലെ ചേരുംപടി ചേർക്കണം. കർണശപഥം, ഡോക്ടർ ഫൗസ്റ്റ്, ഭട്ടാരക വിജയം, രുസ്തവും സോറാബും അല്ലെ. ഇതിൽ ചേരുംപടി ചേർക്കണം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നമുക്ക് നോക്കാം അല്ലെ. കർണശപഥവും ഡോക്ടർ ഫൗസ്റ്റും ഭട്ടാരക വിജയവും രുസ്തവും സോറാബും തുടങ്ങിയിട്ടുള്ളവയുമായി ബന്ധപ്പെട്ടവരെ നമ്മൾ ഒന്നാമത്തെ പട്ടികയിൽ നിന്ന് കണ്ടെത്തണം. നമുക്ക് നോക്കാം അല്ലെ. അതില് തുളസീവനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുളസീവനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭട്ടാരക വിജയം അല്ലെ. ഭട്ടാരക വിജയം. തുളസീവനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭട്ടാരക വിജയം. അപ്പോൾ A3 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കണം അല്ലെ. A, Bയും Dയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്യാം. ഇത് രണ്ടും കട്ട് ചെയ്യാം. വി മാധവൻ നായർ അല്ലെ. മാലി മാധവൻ നായർ എന്നറിയപ്പെടുന്ന വി മാധവൻ നായർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കണം. കർണശപഥം അല്ലെ. കർണശപഥം. യെസ്, നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഐമനം കൃഷ്ണകൈമളുടേത് എന്താണ്? ഡോക്ടർ ഫൗസ്റ്റ് അദ്ദേഹത്തിൻ്റെതാണ് അല്ലെ. രുസ്തവും സോറാബും കലാമണ്ഡലം കേശവൻ. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗങ്ങളാണ് ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഭാഗം 1 ചർച്ച ചെയ്യുവാനുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ സെറ്റാക്കാൻ മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. കൂടാതെ നെറ്റ് മലയാളം ക്ലാസ്സുകൾ ഈ ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി ആരംഭിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കൂടി അറിയിക്കുക. സെറ്റ് മലയാളം യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ സെറ്റ് മലയാളത്തിന്റെ ക്ലാസ്സുകളും HST മലയാളത്തിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ രണ്ടിനെയും പ്ലേലിസ്റ്റ് പരിശോധിച്ച് മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ മലയാളം മത്സര പരീക്ഷകളിൽ ഇത്തരത്തിലുള്ള HSA ആണെങ്കിലും HSST ആണെങ്കിലും സെറ്റ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട മറ്റു പോയിന്റുകൾ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ക്ലാസ്സുകൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി.